സംപൂജ്യ ഗുരുവിന് പ്രണാമം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം ലളിത വ്യാഖ്യാനം. ഗുരു മുനി നാരായണ പ്രസാദ്. 61 ശ്ലോകം. വെളി വിഷയം വിലസുന്നു വേറുവേറായി, അളവിടും ഇന്ദ്രിയമാർന്നു തൻ്റെ ധർമ്മം. ജളതയതിങ്ങു ദിഗംബരാദി നാമാവലിയൊടുയർന്ന് അറിവായി മാറിടുന്നു. നമ്മുടെ സാധാരണയുള്ള പ്രപഞ്ചാനുഭവത്തിൻ്റെ സ്വഭാവം നോക്കുക. പ്രപഞ്ചത്തെ നാം വെളിയിലിരിക്കുന്നതായിട്ടാണല്ലോ കാണുന്നത്. അവിടെ ഓരോന്നും വേറെ വേറെ അറിയത്തക്കവണ്ണമാണ് ഇരിക്കുന്നത്. വസ്തുക്കൾ, അവയിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ഘടകങ്ങളായ പഞ്ചഭൂതങ്ങൾ, അവയുടെ ഗുണങ്ങൾ, ഇങ്ങനെ പലതരത്തിൽ പ്രപഞ്ചത്തെ നാം അറിവിന് വിഷയമാക്കാറുണ്ട്. വേറുവേറായിരിക്കുന്ന ഓരോ വസ്തുവിനെയും അതിൻ്റെ ഗുണങ്ങളെയും വകതിരിച്ചറിയുന്നതിന് സഹായിക്കുന്നതാകട്ടെ നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും അതാതിൻ്റെ ധർമ്മത്തിൽ വ്യാപൃതമായിരിക്കുന്നത് കൊണ്ടാണെന്നും നമുക്കറിയാം. ഈ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും അവയുടേതായ പ്രവർത്തന ശേഷിയോ ഉണ്മയോ ഉണ്ടോ? ഇല്ല. അറിവിൻ്റെ ശക്തി തന്നെയല്ലേ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ധർമ്മങ്ങളെന്ന നിലയിൽ വിലസുന്നത്? അതെ, വെളിയിലിരിക്കുന്നതുപോലെ കാണപ്പെടുന്ന ലോകത്തിലെ ഓരോ വസ്തുവിനെയും വിഷയമെന്ന നിലയിൽ അറിയുന്ന വിഷയി ആരാണ്? അറിയുന്നവൻ. വിഷയി ഇല്ല എന്നുണ്ടെങ്കിൽ വിഷയമുണ്ടോ? ഇല്ല. വിഷയമില്ലെങ്കിൽ വിഷയിയുണ്ടോ? ഇല്ല. വിഷയം, വിഷയി എന്നീ ഭാവങ്ങളെ നാം വകതിരിച്ച് കാണുന്നത് പ്രപഞ്ചാനുഭവ രൂപത്തിലുള്ള അറിവിലാണ്. അതായത് അറിവിൻ്റെ ഒരു സ്ഫുരണത്തിൽ പ്രതീതമാകുന്ന രണ്ട് മുഖങ്ങളാണ് വിഷയവും വിഷയിയും. അറിവിനെ വിട്ട് വിഷയവുമില്ല, വിഷയിയുമില്ല. അറിവിനെ വിട്ട് ഇന്ദ്രിയങ്ങളുമില്ല, അവയുടെ ധർമ്മങ്ങളുമില്ല. ഇപ്പറഞ്ഞവയ്ക്കെല്ലാം അവയുടേതായ ഉണ്മയുണ്ട് എന്ന് കരുതുന്നത് ഒരു ജളതയാണ്. അതിൻ്റെ പേരാണ് അവിദ്യ. ചുരുക്കത്തിൽ ദിക്കുകളെന്നോ ആകാശം തുടങ്ങിയ പഞ്ചഭൂതങ്ങളെന്നോ നാമങ്ങളെന്നോ രൂപങ്ങളെന്നോ ഒക്കെ പറയുന്നത് അറിവിൽ പ്രതീതമാകുന്ന ചില ഭാവങ്ങൾ മാത്രമാണ്. പ്രതീതമാകുന്ന ഭാവങ്ങളെ സത്യമായി കരുതിക്കൊണ്ട് ചിന്തിക്കുന്ന ഒരു തലമുണ്ട്. അതാണ് സാധാരണ ലൗകിക ചിന്തയുടെയും ആധുനിക ശാസ്ത്രചിന്തയുടെയും തലം. എന്നാൽ പ്രതീതമായ ഭാവങ്ങൾക്കെല്ലാം ആധാരമായിരിക്കുന്ന പൊരുളിനെ അവലംബമാക്കിക്കൊണ്ട് എല്ലാ ഭാവപ്രതീതികളെയും കാണുന്ന ഒരു തലമുണ്ട്. അതാണ് തത്വദർശനത്തിൻ്റെ തലം. അത് അറിവിൻ്റെ ഉന്നത തലമാണ്. അറിയുന്നവൻ്റെ വശത്തും അറിയപ്പെടുന്ന ലോകത്തിൻ്റെ വശത്തും പെടുന്ന എല്ലാമായി വിലസുന്നത് സർവാധാരമായിരിക്കുന്ന ഒരറിവ് മാത്രമാണ് എന്നതാണ് പ്രപഞ്ചരഹസ്യം. അഥവാ പ്രപഞ്ചവിലാസം ഒരേ ഒരറിവിൻ്റെ മായാവിലാസം മാത്രമാണ്. ആ അറിവാണ് ഞാൻ. ആ അറിവാണ് ആത്മാവ്. അതുതന്നെയാണ് പരതത്വം. ഓം ശാന്തി ശാന്തി ശാന്തി.